ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10 ദിവസം കൊണ്ട് കളങ്കാവൽ സിനിമ നേടിയത് 75 കോടി രൂപയാണ്. കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയിരിക്കുന്നത് 35 കോടിയോളം രൂപയാണ്. കൂടുതൽ കളക്ഷൻ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് കേരളത്തിന് പുറത്ത് GCC കൺട്രിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമ റിലീസിന് എത്തുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഒന്നും അല്ല, ഇത് അഭിനയ സാധ്യത കൂടുതലുള്ളൊരു സിനിമയാണ് എന്ന തരത്തിലാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തത്. പക്ഷേ ഇത്രയും വലിയൊരു വിജയം ഈ സിനിമ നേടും എന്ന് ഒരു പക്ഷേ ചിലപ്പം മമ്മൂട്ടി കമ്പനിയോ മമ്മൂക്കായോ അല്ലെങ്കിൽ സിനിമ എടുത്തിട്ടുള്ള ഡയറക്ടർ പോലും വിചാരിച്ച് കാണില്ല. കാരണം അത്ര ഗംഭീര വിജയം തന്നെയാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. 4 ദിവസം കൊണ്ടാണ് സിനിമ 50 കോടി ക്ലബിൽ കയറിയത്. ബാക്കി 6 ദിവസം കൊണ്ട് ഈ സിനിമ 25 കോടി രൂപയാണ് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും 10 ദിവസം കൊണ്ട് 75 കോടി ക്ലബിൽ കയറിയിട്ടുള്ള ഈ സിനിമ കണ്ടിട്ട് പല ആളുകൾ റിവ്യൂ പറഞ്ഞല്ലേ. നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഈ അശ്വന്ത് കോക്കിൻ്റെയൊക്കെ റിവ്യൂ ആയിരിക്കും. പക്ഷേ അശ്വന്ത് കോക്കിനെ പോലെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ സിനിമ വന്നത്. അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂസ് കണ്ടിട്ട് പലപ്പോഴും ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല സിനിമകൾ മോശമായിട്ട് വരെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ പൈസ കൊടുത്തിട്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കുന്നതായിരിക്കാം. ചില മോശം സിനിമകൾക്ക് നല്ല റിവ്യൂ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ തരം വേട്ടാവളിയനും കൂടെ ഈ സിനിമ കണ്ടിട്ട് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു മറുപടി മറ്റേ കിഴി മച്ചാമാരുടെ അണ്ണാക്കി കൊടുത്തതുപോലെ തന്നെ ഈ വേട്ടാവളിയനും കൊടുക്കണം. കാരണം ഇവൻ ഒരു കറതീർന്ന വർഗീയവാദിയാണ്. മമ്മൂക്ക, വിനായകൻ ഇവർ രണ്ടുപേരെയും നമുക്കറിയാം. അവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആ രാഷ്ട്രീയത്തിൽ ഉള്ളത് കൊണ്ടും പിന്നെ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടും ഈ ഒരു സിനിമ ഇത്രയും വലിയൊരു വിജയമായി കേരളക്കര മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ അല്ലെങ്കിൽ അന്യഭാഷകളിലൊക്കെ ഏറ്റെടുത്തത് കൊണ്ടൊക്കെ ഉള്ള ഒരു ഊത്തലും ഒരു ചൊറിച്ചിലും ഒരു കടിയൊക്കെ അങ്ങോട്ട് സഹിക്കാൻ വയ്യാതെ ഇവൻ അങ്ങോട്ട് ചാനലിൽ കിടന്നുകൊണ്ട് അങ്ങോട്ട് തൂറി മെഴുകുക. എന്താണെങ്കിലും ഇവന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നല്ല ഊക്കാണ് ഇവ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കൊടുക്കുക. വീഡിയോ കണ്ടോ. വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യുന്ന മമ്മൂക്ക മൃഗമുദ്രങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പല രീതിയിലുള്ള എന്താ പറയാ സിനിമകൾ, ക്യാരക്ടറുകൾ. മമ്മൂക്ക പുലിയാണ്, പറയാതെ വയ്യ. അതുപോലൊരു പുലിയാണ് കളങ്കാവൽ. എന്താ പറയാ, ഭയങ്കര നിർവികാരമായിട്ടാണ് ഞാനൊക്കെ ആ സിനിമ കണ്ടത്. ഭയങ്കര പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ല. മമ്മൂക്ക അഴിഞ്ഞ അടി, ഉടുതുണി അഴിച്ചാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അജാതി സംഗതി. പക്ഷെ സൂപ്പർ നിർവികാരങ്ങളാണ് മൊത്തം. ഉള്ള കാര്യം പറയാലോ, അടിപൊളി. മോഹൻലാലൊന്നും അത് ചെയ്യാൻ പറ്റൂല, മനസ്സിലായാലും. പിന്നെ എന്താ പറയാ, നമ്മുടെ വിനായകൻ വെറൈറ്റി ഭാവങ്ങളായിട്ടാണ് വിനായകൻ വന്നിട്ടുള്ളത്. എന്താ പുള്ളിക്കാരന്റെ പെർഫോമൻസ് എന്ന് പറയാം. അതും ഈ പറഞ്ഞ പോലെ മുഖത്ത് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലാതെ അഭിനയിച്ചു തീർക്കുന്ന അല്ലെങ്കിൽ നിർവികാരനായിട്ട് അഭിനയിച്ചു തീർക്കുന്ന ഒരു നടൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയാ ഒക്കെ എൻജോയ് ചെയ്യണം തിയേറ്ററിൽ. ഇതുപോലത്തെ വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് നമുക്ക് ഇനിയും വരാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ തിയേറ്ററിനോട് പറയാം, മൊബൈൽ ഫോണിന്റെ അതിപ്രസരമായിരുന്നു തിയേറ്ററിൽ. എല്ലാവരും മൊബൈൽ നോക്കി നിൽക്കുന്നു. സിനിമ അവിടെ ഓടുകയാണ്, പക്ഷെ എല്ലാവരും ഈ മൊബൈൽ നോക്കി നിൽക്കും. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിർവികാരമായിട്ടുള്ള ഒരു സിനിമ ഓടുമ്പോൾ നിങ്ങൾ ഒരിക്കലും മൊബൈലിൽ നോക്കിയിട്ട് നിങ്ങൾ വികാരം അടക്കാൻ പാടില്ല. ശരിക്കും നിങ്ങൾ സിനിമ കാണണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ടിക്കറ്റ് കൊടുത്ത് കയറുന്നല്ലേ, ഒരു രക്ഷയില്ലാത്ത പടം, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ കൊന്ന് തള്ളുകയാണ്. മാസ്മരിക പടം, അതായത് മാസല്ല കൊലമാസം എന്നൊക്കെ പറയുന്നത് ആ സാധനം. മമ്മൂക്ക നിങ്ങളൊരു വ്യത്യസ്ത കഥാപാത്രമായിരുന്നു. എന്റെ പൊന്നെ, എത്ര അതായത് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കാരണം അത്ര വയലൻസ് ആണ്, കൊലപാതകങ്ങൾ അത്രയും കൊലപാതകങ്ങളാണ്. അത് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഓഫീസറായിട്ട് വിനായകനൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വികാരമില്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഇത് എന്തിനാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അത്രത്തോളം സൂപ്പർ പെർഫോമൻസ് ആണ്, അത്രത്തോളം നല്ല സ്ക്രിപ്റ്റ് ആണ്, അത്രത്തോളം നല്ല ഒരു എ ക്ലാസ് വേൾഡ് വൈൽഡ് ഹിറ്റ് അടിക്കുന്ന സാധനം. എന്തായാലും കിടിലം പടമാണ്, ഒന്നും പറയാനില്ല. അടുത്ത ഒരു എന്താ പറയാ, എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ ആദ്യത്തെ 300 കോടി 200 കോടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കേട്ടോ. മാഷറിയില്ല, അത്രത്തോളം നല്ല ഒരു സിനിമയാണ്. എല്ലാവരും പോയി കാണണം. പോയി കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോയി കാണുന്നുണ്ടെങ്കിൽ, എന്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോയിട്ട് സിനിമ കാണുന്നത് എങ്കിൽ, അതായത് മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ എന്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ പോയി കാണുന്നുണ്ടെങ്കിൽ ഈ ഓഫർ നിങ്ങൾ സ്വീകരിക്കണം. അതായത് എനിക്കാണ് നിങ്ങൾ ഓഫർ തരേണ്ടത്, എന്റെ തലയ്ക്ക് നന്ദിക്കും വിളിക്കരുത്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത്രയും നിർവികാരമായിട്ടുള്ള സിനിമ പോയി കണ്ടിട്ട് നിങ്ങൾ എന്റെ തലയ്ക്ക് നന്ദിക്കും വിളിക്കരുത്. അത് ആ ഒരു ഓഫർ എനിക്ക് നിങ്ങളാണ് തരേണ്ടത്, ഞാൻ നിങ്ങൾക്കല്ല കേട്ടോ. പറഞ്ഞതുള്ളൂ. കാരണം എന്താ നമുക്കാ ഒള്ളി സാധനം. നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ പറയാ, നിങ്ങളൊക്കെ ഞങ്ങളെ സ്വകാര്യ അഹങ്കാരമാണ്. അത്ര മാസം ആ സിഗരറ്റൊക്കെ ചരച്ചരച്ച് തിന്നൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുള്ളൂ കേട്ടോ. ഭാവെന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ വരുന്നൊരു ഭാവമുണ്ട്. അതൊക്കെ തിയേറ്ററിൽ നോക്കുമ്പോൾ ആ സിനിമയുടെ ഭാഗമൊക്കെ വന്നപ്പോൾ ഓരോരുത്തർ മൊബൈലിൽ തോണ്ടി ഇങ്ങനെ ഇരിക്കും. പക്ഷെ അമ്മമാർക്ക് ഇങ്ങോട്ട് മനസ്സിലായിട്ടുള്ളൂ, അതിന്റെ അർത്ഥവും കാര്യങ്ങളും മുഖത്തെ ഭാവങ്ങളും അവർക്കായിട്ട് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആളുകൾ അങ്ങനെയാണല്ലോ, സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലോ. അതാ അതിനൊരു കുഴപ്പമുണ്ടായിട്ടുണ്ട് ഈ പ്രേക്ഷകർക്ക്. ഡയറക്ടർക്കോ അല്ലെങ്കിൽ അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ എന്താ പറയാ, ഇത്രയും നല്ലൊരു സിനിമ, ഇത്രയും നിർവികാരമായിട്ടുള്ള സിനിമ വന്നപ്പോൾ മൊബൈൽ നോക്കിയിരിക്കാന്ന് പറഞ്ഞത് അതൊരു ശരിയായ നടപടിയല്ല. അത് ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയും അല്ലെങ്കിൽ ഈ ഡയറക്ടേഴ്സിനെയും അല്ലെങ്കിൽ ഈ അഭിനയിച്ച സിനിമയിലെ എന്താ പറയാ നടന്മാരൊക്കെ ഒരു കളിയാക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പോപ്കോൺ ഒന്നും തിന്നണ ആദ്യം കണ്ടില്ല. ഇന്റർവെൽ സമയത്ത് എന്താ പറയാ ചായ കൊണ്ട്
എനിക്ക് തിയേറ്ററിൽ ആകെ 40 പേരെ ഉള്ളത് തോന്നുന്നു എനിക്ക്. അതിൽ 5 പേരൊക്കെ ചായയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പറയണ്ടല്ലോ മറ്റേ വീൽ ചാപ്പൊക്കെ കടിച്ചു പഠിക്കുന്നത്. അതിന്റെ ഒരു അതിപ്രസരം ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ കൊടുത്തതേ നഷ്ടമായി. ഇനിയിപ്പോൾ അതും കൂടി നിന്നിട്ട് നഷ്ടപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും ഞാൻ നന്നായിട്ട് എനിക്ക് ഞാൻ മമ്മൂക്കയുടെ ഒരു ഫാനാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സിനിമ. ഒന്നും പറയാം, നമുക്ക് 300 കോടി അടിക്കും. ഉറപ്പാ 300 കോടി, 100% ഉറപ്പ് 300 കോടി അടിക്കും. പറയാല്ല. എന്തായാലും എനിക്ക് പൊതുവെ അങ്ങനെ സ്വഭാവം. നമുക്കാരും മോഹൻലാലിന്റെ പടം വരികയാണെങ്കിൽ ഫസ്റ്റ് ഡേ പോയിട്ട് എനിക്ക് കാണണം. അത് ഫസ്റ്റ് ഷോ കാണുന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. അതിന് എന്തൊക്കെ വില കൊടുത്താലും നമ്മളെത്തും. ഞാൻ അതിന് മുടക്കം പറ്റിയിട്ടില്ല. നമുക്ക് നമ്മുടെ വികാരമാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അതിന് വികാരമാണ്. ഇവനൊരു കറ തീർന്ന ഒരു സംഘി പൊട്ടനും സംഘി വേട്ടാവളിയും തലയ്ക്കകത്ത് നിറച്ച് ചാണകം നിറച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മമ്മൂക്കായുടെയും വിനായകന്റെ ഈ ഒരു സിനിമ തിയേറ്ററിനകത്ത് 10-40 വരെ ഉള്ളായിരുന്നു. അവരെല്ലാം മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സിനിമ 10 ദിവസം കൊണ്ട് 75 കോടി ക്ലബിലേക്ക് കയറിയത് കേട്ടോ. ഈ മൊബൈലിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് 75 കോടി ക്ലബിൽ കയറിയത്. ഇവനൊരു മരപ്പൊട്ടനാണ്. ഇവൻ ഈ അണ്ടിമുക്ക് ശാഖയിലൊക്കെ പോട്ടെ, അവിടുന്ന് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിവരം മാത്രമേ എനിക്കുള്ളൂ. ലോക വിവരവും അല്ലെങ്കിൽ സിനിമ എന്താണെന്നോ സിനിമയെക്കുറിച്ച് ഒരു തേങ്ങാ പുണ്ണാക്ക് പറയാൻ വയ്യാത്ത ഒരു ഒന്നാന്തരം മരപ്പൊട്ടൻ. സത്യത്തിലുണ്ടല്ലോ ഇവനിക്കൊക്കെ മറുപടി കൊടുക്കാൻ അർഹതപ്പെട്ടത് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങളാണ് ഇതിന് ഉചിതമായിട്ടുള്ള മറുപടി കൊടുക്കാൻ അർഹർ. നിങ്ങളത് കൃത്യമായിട്ട് കൊടുക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കളങ്കാവൽ എന്ന സിനിമ 75 കോടിയും കഴിഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ഊക്കും മേടിക്കുന്നുണ്ട്. ഇവൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു, എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കാണാൻ പോകുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഒന്നും വിളിക്കരുത്. സത്യത്തിൽ ആ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള തെറികളാണ്. ഒരിക്കലും നിങ്ങൾ ആരും അങ്ങനെ വിളിക്കരുത്. കാരണം ഏതെങ്കിലും ഒരു സന്തതി തലതിരിഞ്ഞ് പോകുമല്ലോ, അതിൽ പെട്ടിട്ടുള്ളൊരു പേട്ട് സാധനം എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. എൻ്റർടൈൻമെൻറ്റ് കിഴി ഇപ്പോഴും താഴെ ഇറങ്ങിയിട്ടില്ല. അന്നേരമാണ് ഇത് അടുത്തൊരു മരവാണോ കൂടെ വീണ്ടും ഇത്തരത്തിലുള്ള കൊണയടിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൊണയടിക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സിനിമ 100 കോടി ക്ലബിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.